പക്ഷെ പല സോഷ്യൽ മീഡിയയിലും അങ്ങനെയും പപ്പായയുടെയും ജാക്ക് ഫ്രൂട്ടിന്റെയും അത് കഴിച്ചാൽ ഷുഗർ കുറയുമെന്നും അങ്ങനെ പല ഇതുണ്ട്. ഈവൻ മെഡിക്കൽ ജേർണൽസിൽ പോലും ജാക്ക് ഫ്രൂട്ട് ഫ്ലോർ ഉപയോഗിച്ച് ഷുഗർ കുറച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ആ ടെസ്റ്റ് ചെയ്തേക്കുന്നത് വെറും 40 പേരിൽ മാത്രമാണ്. തിരുവനന്തപുരം മണ്ണന്തല പൾസ് മെഡിക്കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ബി രമേശ് ഗോപിയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണക്രമം, വ്യായാമം, മരുന്ന് എന്നിവയിലൂടെ നമുക്ക് എങ്ങനെ പ്രമേഹം നിയന്ത്രിക്കാനാകും? എന്തെല്ലാമാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അത് നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് തന്നെയാണ് അതിനെ വിളിക്കുന്ന പേര്. അതായത് കൃത്യമായുള്ള ഭക്ഷണം, ശരിയായ വ്യായാമം, അലോങ് വിത്ത് നമ്മൾ കഴിക്കുന്ന ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ, ഇതെല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നതുകൊണ്ടാണ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്കറിയാം, ഇന്ത്യൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. അതായത് റൈസ് ആയിട്ട് അല്ലെങ്കിൽ വീറ്റ്, ഗോതമ്പായിട്ടോ ആയിരിക്കും നമ്മുടെ മേജർ ഫുഡ്. നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും റൈസിന്റെ ഒരു ഭാഗമായിരിക്കും നമ്മൾ വയ്ക്കാറും. സൈഡിൽ കുറച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണമായിരിക്കും സൈഡിൽ ഒരു മൂലയ്ക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാൻ പാടില്ല. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്ലേറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അതിനെ രണ്ടായി തിരിക്കണം. ഒരു പാതിയിൽ മുഴുവനും നമ്മളുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് പച്ചക്കറികൾ, മുഴുവൻ പച്ചക്കറികളായിരിക്കണം ഒരു പാതി മുഴുവൻ. മറ്റേ പാതി രണ്ടായി തിരിച്ച് അതിലെ ഒരു പാതിയിൽ, അതായത് കാൽഭാഗത്ത്, ടോട്ടൽ പ്ലേറ്റിന്റെ കാൽഭാഗത്ത് പ്രോട്ടീൻ അടങ്ങിയിട്ട്, മാക്സിമം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ പയറുവർഗ്ഗത്തിലുള്ളത്, ദാലോ, കടല, പരിപ്പ്, അങ്ങനെയുള്ളത്, ഗ്രീൻ പീസ്, മഷ്റൂം, ഇതൊക്കെയാണ് പ്രോട്ടീൻ ഹൈ ആയിട്ടുള്ള ഡയറ്റ്. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ള ഭാഗത്ത് മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ചോറോ അല്ലെങ്കിൽ ഗോതമ്പിന്റെ ചപ്പാത്തിയോ, എന്തായാലും ചപ്പാത്തി കഴിച്ചതുകൊണ്ട് ഒരിക്കലും ഷുഗർ കുറയാൻ പോകുന്നില്ല. ചപ്പാത്തിയും റൈസും എല്ലാത്തിന്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആ ഒരു പ്രൊപ്പോർഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയാനുള്ള ചാൻസസ് വളരെ അധികം തന്നെയാണ്. ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു മീൽ പ്ലാൻ എന്ന് പറയുന്നത് 6 ടൈം മീൽ പ്ലാൻ എന്നുള്ളതാണ്. അതായത് 3 മേജർ മീൽസും, അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും, അതല്ലാതെ ഒരു 3 സ്നാക്ക് കൂടെ. അതായത് 11 മണിക്ക് ഒരു സ്നാക്ക്, വൈകുന്നേരം 4-5 മണിക്ക് ഒരു സ്നാക്കും, പിന്നെ രാത്രി ബെഡ് ടൈമിന് മുൻപായിട്ട് ഒരു സ്നാക്കും. ഈ സ്നാക്ക് എന്താന്ന് വെച്ചാൽ ഇത് ഈ സമയത്ത് പേഷ്യന്റിന്റെ അപ്പിറ്റൈറ്റിനെ കുറച്ച് നിർത്തുകയും നമുക്ക് ആ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരികയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്നാക്ക്. അപ്പോ 11 മണിക്ക് ഈ പറയുന്ന സമയങ്ങളിൽ എന്തൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു ഫ്രൂട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കാം. ഈ മുട്ട കഴിക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും അതിന്റെ ഒരു യോക്കിനെ മാറ്റി വെക്കുന്ന ഒരു പതിവുണ്ട്. സാധാരണഗതിയിൽ ഡയബറ്റീസ് പേഷ്യൻസിന് കൊളസ്ട്രോൾ കൺട്രോൾ ഇല്ലാതെ കാണാറുണ്ട്. അതിന്റെ കാരണം ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള കാരണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മുട്ട മാറ്റി വെക്കാം, അതായത് മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി വെക്കാം. അല്ലാതെ ഈ എഗ് യോക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എഗ് യോക്കിലാണ് എഗ് വൈറ്റിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ഡെഫിനറ്റ്ലി അതിൽ കൊളസ്ട്രോൾ ഉണ്ട്, എന്നാൽ പോലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം നന്നായിട്ടുള്ള ഒരാൾക്ക് ആ ഒരു എഗ് യോക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതല്ലാതെ നമുക്ക് ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്, അതായത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോലും നമ്മുടെ ഷുഗർ ശരീരത്തിലെ ബ്ലഡിൽ കയറാൻ ഇത് കുറവുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് ഗ്വാവയാണ്, അതായത് പേരയ്ക്ക, അല്ലെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, പീച്ച്, അങ്ങനെയുള്ള പിയേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കുറവുള്ള ഭക്ഷണങ്ങൾ. മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് കുറച്ചും കൂടെ ഷുഗർ ബ്ലഡിലെ ലെവൽ കൂട്ടാൻ ചാൻസസ് ഉള്ള ഫ്രൂട്ട്സ് ഏതാന്ന് ചോദിച്ചാൽ പപ്പായ, പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ചക്ക, മാമ്പഴം, ഇതൊക്കെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ചുകൂടെ കൂടിയത്. എന്നാൽ പോലും നല്ലോണം ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയിരിക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് ഒരു 3-4 സ്ലൈസ് കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഓൾറെഡി അല്ലാത്ത ഒരാൾക്ക് ഇത് ജനറലി റെക്കമെൻഡഡ് അല്ല. പക്ഷെ പല സോഷ്യൽ മീഡിയയിലും അങ്ങനെയും പപ്പായയുടെയും ജാക്ക് ഫ്രൂട്ടിന്റെയും അത് കഴിച്ചാൽ ഷുഗർ കുറയുമെന്നും അങ്ങനെ പല ഇതുണ്ട്. ഈവൻ മെഡിക്കൽ ജേർണൽസിൽ പോലും ജാക്ക് ഫ്രൂട്ട് ഫ്ലോർ ഉപയോഗിച്ച് ഷുഗർ കുറച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ആ ടെസ്റ്റ് ചെയ്തേക്കുന്നത് വെറും 40 പേരിൽ മാത്രമാണ്. അപ്പോൾ അതൊരു ജനറൽ പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അത് കുറച്ചും കൂടെ ഒന്ന് റീകൺസിഡർ ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻ ബിറ്റ്വീൻ കഴിക്കാന്നുള്ള സ്കിംഡ് മിൽക്ക്, അതായത് ഫാറ്റ് കുറഞ്ഞിട്ടുള്ള മിൽക്ക്, അത് ദിവസവും കഴിക്കാം.
പിന്നെ കുറച്ച് ഓട്സ് കഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ മീൽസിന്റെ ഇടയ്ക്കായിട്ട് സ്നാക്ക് ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ അപ്പിറ്റേറ്റ് കുറവായി നിൽക്കുകയും ഷുഗർ ഷൂട്ടപ്പ് ആവാതിരിക്കുകയും ചെയ്യുന്നുണ്ട്.